പരിശുദ്ധമായ ഖുർആൻ എടുത്ത് മറിച്ചു നോക്ക് സഹോദരാ, ചെറുപ്പക്കാരാ. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു ബറക്കത്തിനെ പറ്റി പരാമർശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തം ദാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അല്ലാഹു പറഞ്ഞത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്നവൻ എത്ര അനുഗ്രഹീതനാണ്, എത്ര പരമോന്നതനാണ്. അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണവൻ. റബ്ബിനെ കുറിച്ച് തന്നെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തും. തബാറക, ബറക്കത്തുടയവനാണവൻ. ആരാണിത്? അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്മകളെ കുറിച്ച് 99 നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു. സൂറത്തുർ റഹ്മാനിന്റെ അവസാന ഭാഗം ഖുർആനാണ്. വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി മുഴക്കാനോ ഒരു ഏഷണി പറയാനോ ഒരു ഫനായും ഫസാദും പറയാനോ ഒന്നും അല്ല. ഇവിടെ SKSFന്റെ മക്കള് ഈ സദസ്സ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ്, ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. تبارك اسم ربك ذي الجلال والإكرام. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ സ്വഹാബ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് സ്വഹാബ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ 99 നാമങ്ങൾ മനഃപാഠമാക്കിയോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാ ഫദ്ഉഹു ബിഹാ. ആ 99 നാമങ്ങൾ മനഃപാഠമാക്കി വെച്ച് അല്ലാഹുവിനെ വിളിക്കണേ, വിളിക്കണേ. ഈ ബറക്കത്താക്കപ്പെട്ട നാമമാണെന്ന് നീ മനസ്സിലാക്കണേ. ഉന്നതനും മഹോന്നതനുമാകുന്ന റബ്ബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ്, എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ബറക്കത്തുള്ള നാമമാണ് ഈ നാമങ്ങൾ. തബാറക ഇസ്മു റബ്ബിക. നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ്, ബറക്കത്തുള്ള നാമമാണ്. ഖുർആൻ തന്നെ പറയാ ബറക്കത്താണ് നമ്മുടെ വിഷയം. ഈ 99 നാമങ്ങളും ബറക്കത്താണ്. അപ്പൊ അല്ലാഹു ബറക്കത്തുള്ള വ്യക്തിയാണ്, അവന്റെ നാമങ്ങളും ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ ദുആ ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഈസാ നബിയേ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇതാ കുഷ്ഠരോഗം വ്യാപിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗം വ്യാപിച്ചു, എല്ലാവർക്കും പൊടുന്നനെ പിടികൂടുകയാണ്. എന്ത് ചെയ്യണം? സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മൾ ഇത് മജ്ലിസുൻ നൂറിന്റെ സദസ്സാണ്. ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സദസ്സാണ്. ബഹുമാനമില്ലാത്തവർക്ക് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ. അതാണ് ദീനിന്റെ ബേസിക്. അല്ലാഹ് ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. നിന്ദിച്ച എല്ലാവരെയും നിന്ദിക്കണം. ബഹുമാനിച്ച വസ്തുക്കളെയും ആദരിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ, അസ്ഹാബുൽ ബദരീകളെ, ഇമാമികളെ, അഇമ്മത്തുകളെ, ഉലമാഇനെ, മുതിർന്നവരെ എല്ലാവരെയും ബഹുമാനിക്കണം. ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കണം. അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ? ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങളിൽ 70,000 വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും. ഞാൻ അങ്ങോട്ട് വരാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് ഓടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ
ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ അല്ലാഹ്, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, ഇവരുടെ രോഗം പരിപൂർണമായി ശിഫയാക്കണേ അല്ലാഹ്. സയ്യിദുനാ ഈസ ദുആ ചെയ്ത് തീരേണ്ട താമസം സുബ്ഹാനല്ലാഹ്, രോഗങ്ങൾ പരിപൂർണമായി ശിഫയായി എന്ന പരിപൂർണമായി ശിഫയായി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ്? യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ നാമം 99 നാമങ്ങളിൽപ്പെട്ട നാമമാണ്. ഇനി വിളിച്ച വ്യക്തിയോ? ഈ വിളിച്ച ആരാണ്? ഈസാ നബി അലൈഹി സ്വലാം. ഇതൊരു സാധാരണ വ്യക്തിയല്ല, മുബാറക്കൻ, ബറക്കത്തുള്ള വ്യക്തിയാണ്. അത് വെറുതെ പറയല്ല. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. എല്ലാം നമുക്ക് തെളിവ് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച 4 കുട്ടികളിൽ പ്രമുഖനാണ് സയ്യിദുനാ ഈസാ. തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ എത്ര പേര്? 4. അതിലെ ഒരാളാണ് സയ്യിദുനാ ഈസാ. അദ്ദേഹത്തോട് ഉമ്മയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ, കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു. സൂറത്തു മറിയം. ഖുർആൻ നോക്കണതൊക്കെ, ഖുർആൻ വല്ലപ്പോഴും ഓതിയല്ലേ മനസ്സിലാക്കൂ. ഖുർആനിൽ അല്ലാഹ് പറയാണ് എന്ത്? ഖാല ഇന്നി അബ്ദുല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കടന്നുകൊണ്ട് പറഞ്ഞവത്രേ, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, ദാസനാണ്. ആതാനിയൽ കിതാബ, എനിക്കിതാ റബ്ബ് അടുത്തിടെ തന്നെ കിതാബ് നൽകുകയാണ്. വജഅലനി നബിയ്യാ, എന്നെ അവന പ്രവാചകനുമാക്കി നിയോഗിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വജഅലനി മുബാറകാ വജഅലനി മുബാറകാ ഐനമാ കുന്തു, ഞാൻ എവിടായിരുന്നാലും ബറക്കത്താണ്, ബറക്കത്താണ്. ഞാൻ തൊട്ടാൽ ബറക്കത്താണ്, ഞാൻ പിടിച്ചാൽ ബറക്കത്താണ്. വഉബരിഉൽ അക്മഹ വല്ലബറസ ബിഇദ്നില്ലാഹ്. കുഷ്ഠരോഗമുള്ളവരെ, പാണ്ട് ബാധിച്ചവരെ അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി ഞാൻ ശിഫപ്പെടുത്തുമായിരുന്നു എന്ന് ഈസാ നബിയുടെ കഴിവിനെ പറ്റി വിശുദ്ധമായ ഖുർആൻ. വൗഹിൽ മൗതാ ബിഇദ്നില്ലാഹ്. ബറക്കത്തുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് റജബിലെ ശഅബാനിൽ. ബറക്കത്ത് കിട്ടി ഉടം വരെ എത്തി. കുഷ്ഠരോഗം, പാണ്ഡുരോഗം ഉള്ളവനൊക്കെ തൊട്ടാൽ മതി, യാ അല്ലാഹ് ശിഫയാകുക. ആ ചരിത്രം നേരത്തെ പറഞ്ഞത് 70,000 ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരൊറ്റ ദുആ, ബറക്കത്താക്കപ്പെട്ടതായ വ്യക്തി, ബറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോൾ 70,000-ഓളം വരുന്ന ആളുകൾ, കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം അല്ലാഹു പരിപൂർണമായി ശിഫ നൽകി. അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും, അദ്ദേഹം സ്പർശിക്കുമ്പോ പാണ്ഡുരോഗം ശിഫപ്പെടും. സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളൊക്കെ ശിഫ. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട്, നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യഗണങ്ങളെ പറ്റി. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യഗണങ്ങളാണ് മുത്റൂസ് റളിയല്ലാഹു അൻഹു, മത്താ റളിയല്ലാഹു അൻഹു.
അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, ഷഹീദായ വ്യക്തി. അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത്? സൂറത്ത് യാസീനിൽ. ഓതുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ. മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബറക്കത്താക്കപ്പെട്ട ആളുകൾ. ആ ബുത്റസ് റളിയല്ലാഹു അൻഹും അത്താർ റളിയല്ലാഹു അൻഹും രണ്ടുപേരും ചെന്ന് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യന്റേതാകുന്ന മകൻ, 24 വയസ്സുള്ളതാകുന്ന മകൻ, അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരെ ഇങ്ങനെ ഒന്ന് തടവിയപ്പോ ജനിച്ചിട്ട് ഇന്ന് വരെ എഴുന്നേറ്റ് നിൽക്കാത്ത, കൈകാലുകൾ ചലനമറ്റ് കിടക്കുന്നതാകുന്ന ആ മകൻ എഴുന്നേറ്റിരുന്നിട്ട് വാപ്പാ ഉമ്മ എന്ന് വിളിച്ചു എന്ന ചരിത്രം. നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി ചരിത്രമാണ്. അവരൊറ്റ കാരണം കൊണ്ടാണ് വാപ്പയായ ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യൻ ഇസ്ലാം മതം പുൽകിയത്. അവരെ കൊണ്ട് വിശ്വസിച്ചത് ഈസാ നബിയുടെ അനുയായികളാകുന്ന ബുത്റസ് റളിയല്ലാഹു അൻഹുവും മത്താർ റളിയല്ലാഹു അൻഹുവിന്റെയും കറാമത്ത് വെളിവായി. അവര് തടവിയപ്പോ ശിഫപ്പെട്ടു. അംഗവൈകല്യം ഉണ്ടായിരുന്നു, മാറി, എഴുന്നേറ്റിക്കാൻ തുടങ്ങി. അതാണ് മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും. അപ്പൊ ഈസാ നബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു. അവര് പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. വലിയ ചരിത്ര, നല്ല രസകരമായ ചരിത്രമാണ്. ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്, ആവർത്തനം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം. യാസീൻ പറഞ്ഞ ചരിത്രം നമ്മളൊന്ന് കേട്ടു നോക്കേ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല ചരിത്രങ്ങളാണ്. നമ്മളിപ്പോ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കാം. റമദാനിന്റെ മുമ്പായിട്ട് വാളുകൾ കേൾക്കുക, ദീൻ പഠിക്കുക, ഖുർആനും ഹദീസ് ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഹൃദയം ഇങ്ങനെ തെളിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും. മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. ദീനിലേക്ക് അടുക്കൽ ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറയാ, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും ബറക്കത്താൻ, എവിടെയായിരുന്നാലും ബറക്കത്ത്. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി, എഴുന്നേക്കാൻ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഉടുപ്പ് തന്നെ അവർ എഴുന്നേക്കും. ഖുർആനാണിത്. വഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആ കഴിവ് കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം ബറക്കത്തായ മനുഷ്യൻ, ബഹുമാനപ്പെട്ടവർ തൊടുമ്പോ ജീവൻ വെക്കും. ജീവനില്ലാത്ത ആൾ, മരിച്ചു കിടക്കുന്ന ആളുകൾ, അങ്ങനെ ജീവൻ കൊടുത്തിട്ടുണ്ട്. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഇതൊക്കെ ഖുർആനിലുള്ള സംഭവങ്ങളാണ്, മനസ്സിലാക്കണം. ബറക്കത്ത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, നിസ്സാര കാര്യമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോ കൂരിരുട്ടാണ്, വെളിച്ചമില്ല. ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഇശാ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ. ദീനിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട്, നല്ല ഇരുട്ടായി പോയി. വീട്ടിൽ പോണം, നല്ല കൂരിരുട്ട്. ഉമൈർ വസയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. മജ്ലിസുന്നൂറിന്റെ ഈ സദസ്സിൽ നമ്മൾ അവരെ അനുസ്മരിക്കണം. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങൾ ആരാണ് മനസ്സിലാക്കിക്കോ. ഒരു ചരിത്രം കേട്ടോ. ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഉടനെ വലത് കൈ ഇങ്ങനെ ഉയർത്തിയെന്നാണ്. നോക്കുമ്പോ കൈ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിച്ചു. ആ പ്രകാശത്താൽ ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് നടന്നു നീങ്ങി. വീടെത്തി. ഇത് കൂട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. എല്ലാവരും വലിയ ശബ്ദമുയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി, ഇതെങ്ങനെ സാധിക്കുന്നു, ഇതെങ്ങനെ സാധിച്ചു, എങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്? കൈ ട്യൂബിലേക്ക് പോലെ വല്ലാത്തൊരു സംഭവം, വല്ല ഇനി മന്ത്രമല്ല ആണോ, മായാജാലമാണോ? ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആല അൻഹു സത്യം വെളിപ്പെടുത്തുകയാണ്. മാ മസിസ്തു ബിയമീനി ദകരി منذ أني بايعت النبي صلى الله عليه وسلم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലത് കൈയിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ. നബിയെ തങ്ങൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം.
അശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ടുപോകുകയില്ല റസൂലേ. പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂലുള്ളാഹിക്ക് വാഗ്ദാനം ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തതിനു ശേഷം ശറഫാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിനു ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല. കാരണം അതൊരു ബറക്കത്തുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിച്ചിട്ടില്ല. അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത്, ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് വസയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ആദരവായ പ്രവാചകന്റെ കരം സ്പർശിച്ചതായ കാരണത്താലാണ്. ആരായി ആദരവായ റസൂല്? ബറക്കത്തുള്ള മനുഷ്യനാണ്. മനസ്സിലാക്കണം നമ്മൾ ഈ മഹാന്മാരുടെ വലിയ ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ കൈക്കൊക്കെ പോയി പിടിക്കുന്നതിന് അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. അല്ലാതെ മാറിയത് നീ തൊടാൻ അർഹനല്ല, അതാ മനസ്സിലായിക്കോളും. ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്ത വലിയ മാറി. ഇപ്പൊ കൊറോണ ഒക്കെ ആയിട്ട് സൂക്ഷ്മത വെക്കുന്നത് അത് വെക്കുക, അതല്ല ഞാൻ പറഞ്ഞു. അല്ലാതെ നമ്മളിങ്ങനെ വലിയ അയിത്തം കാണിച്ച് നിൽക്കണ്ട. അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചിലർക്ക് ചില അലർജി പോലെ വലിയ ആലിമ്യങ്ങളെ കാണുമ്പോൾ സമുന്നതരായ പണ്ഡിതർ കൈപിടിച്ച് മുത്തുന്നു. ബറക്കത്തെടുക്കാണത്, ബറക്കത്തെടുക്കാണ്. ഇതിനൊരു അസിലുണ്ട്. റസൂലുള്ളാഹിയെ തൊട്ട കയ്യ, അതിനുശേഷം വന്നതാകുന്ന സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാ. അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വമാണ്. മനസ്സിലാക്കണം, നമ്മൾ ഭയങ്കര ബറക്കത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മസമരങ്ങൾ, ദീനിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു. ഹദീസ് ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറയല്ല, ആയത്തും ഹദീസും തെളിവുണ്ട്. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാൽ സയഅതി സമാനുൻ അലാ ഉമ്മതി യഗ്സൂ ഫിആമുൻ മിനൻ നാസ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും സഹാബ. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോ ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടുമത്രേ, ഫീകും മൻ റആ റസൂലല്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ഫയഖൂലൂ, ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന മുഅ്മിനീങ്ങൾ വിളിച്ചു പറയും, നഅം, ഉണ്ട് സ്വഹാബ, ഉണ്ട് സ്വഹാബ, ഉണ്ട് എന്ന് ജനങ്ങൾ വിളിച്ചു പറയും. ഫയുഫ്തഹു ലഹും, അത് കാരണമായി, ആ സ്വഹാബത്തിന്റെ ബറക്കത്ത് കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ثم يغضو فئام من الناس. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വീണ്ടും ഒരു കാലഘട്ടം വരും, മുസ്ലിമീങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുമ്പോ ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടുകയാണ്, അഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, അഥവാ താബിഈങ്ങളുണ്ടോ എന്ന് ചോദിക്കപ്പെടുകയാണ്. ഫയഖൂലൂൻ, പറയപ്പെടുകയാണ്, നഅം, ഉണ്ട്, ഉണ്ട് എന്ന് പറയപ്പെടുമ്പോ ഫയുഫ്തഹു ലഹും, അവർക്കും വിജയമുണ്ടാവുകയാ. ആ സ്വഹാബത്തിനെ കണ്ടതായ, അവരോട് സഹവസിച്ചതായ, ബറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പിന്നീടും യുദ്ധം നടക്കുമോ സഹാബ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയുഖാലു ലഹും, അവരോട് ചോദിക്കപ്പെടും. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അഫീകും മൻ റആ മൻ സഹിബ റസൂലല്ലാഹ്.
നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് സഹവസിച്ചവരുണ്ടോ? അഥവാ തബഉ താബീങ്ങളുണ്ടോ? സ്വഹാബത്തിന് ശേഷം വന്ന താബിയൽക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ? ഫയഖൂലൂൻ, അവർ വിളിച്ചു പറയുകയാണ്, നഅമുണ്ട്, ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടതായ ആളുകളെ സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമ്പോ ഫയുഫ്തഹു ലഹും, അവർക്കും ആ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും, അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് യുദ്ധം വിജയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട സഹാബത്തിനെ കണ്ടവരല്ല, ആ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും. ഇങ്ങനെ 3 തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമരങ്ങളിൽ വിജയം മുഴക്കും. എന്ത് കാരണമായി? ബറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രവാചകന്മാരെല്ലാം ബറക്കത്തുള്ളവരാണ്, സംശയിക്കേണ്ട കാര്യമില്ല. പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാബത്തിന്റെ കാര്യമായി പറഞ്ഞത്, ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത്, ബദറിൽപ്പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യമായി ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതിനുശേഷം വന്ന താബിഈങ്ങളുടെ കാര്യമായി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവരൊക്കെ ദുആ ചെയ്ത് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോൾ അവിടെ ബറക്കത്ത് ഉണ്ടാകണമെന്ന് ദുആ ഇറക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകാ وأنت خير المنزلين وأنت خير المنزلين. ദുആ ചെയ്യുന്നത് തന്നെ അല്ലാഹ് ബറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ, ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ വീടെല്ലാം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. റബ്ബി അൻസിൽനി മുൻസലം മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. ഏറ്റവും ബറക്കത്തുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ നീ ഇറക്ക്. ഞങ്ങളെ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ? ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം? ബറക്കത്തുള്ളതാക്കണം. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ ബറക്കത്തുണ്ടാവണം. അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ ദുആ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ദുആ ചെയ്യണം, ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ ഓതണം. ഒന്ന്, വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ബറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ. അതിന് ഒന്നാമത്തെ ഘടകമാണ് ബറക്കത്താക്കപ്പെട്ട ഖുർആൻ നമ്മുടെ വീട്ടിൽ ഓതണം. അതിന് ഖുർആൻ ബറക്കത്തുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ തന്നെ ഉണ്ട്. അടുത്ത وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. മുബാറകുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്, മഹത്തരമായ ഗ്രന്ഥമാണ്, ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ്. ഫത്തബിഊ, നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ തഖ്വ വെച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ. ലഅല്ലകും തുർഹമൂൻ, എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും അല്ലാഹു കരുണ ചൊരിയും. അങ്ങനെയാണ് ഖുർആനിൽ ലഅല്ല എന്ന പദപ്രയോഗം വന്നാൽ അവിടെ തറച്ചിക്ക് വേണ്ടിയല്ല, പ്രതീക്ഷ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ പ്രതീക്ഷ, നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം, അങ്ങനെയല്ല അർത്ഥം പറയുന്നത്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തുന്നു, നിദാന ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു, തീർച്ചയായും കാരുണ്യം അല്ലാഹു നൽകും. അങ്ങനെയാണ് അർത്ഥം. അങ്ങനെയാണല്ലോ. ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല.
ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അല്ലാഹു കരുണ ചൊരിയും. ഉറപ്പാണ്, ലിത്തഹഖീഖി, ഉറപ്പായിട്ടും അത് കിട്ടുമെന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിനെ പറ്റി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അല്ലാഹു തന്നെ പറയുന്നത് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, ഇത് ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ബറക്കത്തുള്ള ആളാണ്. അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് ബറക്കത്തുള്ള നാമങ്ങളാണ്. അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ ബറക്കത്തുള്ളവരാണ്. ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് ദുആ ചെയ്തു, ബറക്കത്തുണ്ടാകണേ എന്ന് ദുആ ചെയ്തു. ഞങ്ങളെ എവിടെ ഇറക്കിയാലും അവിടെ ബറക്കത്ത് വേണമെന്ന് ദുആ ചെയ്തു. അങ്ങനെ ബറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഈ ഖുർആൻ അങ്ങ് ഓതിയാൽ മതി, വീട്ടിൽ ബറക്കത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി, എനിക്കൊരു ഉപദേശം നൽകണേ, വസിയത്ത് നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലുടെ പറയുകയാണ്, അലൈക അലൈക ബിതഖ്വല്ലാഹി ഫഇന്നഹാ റഉസു അംരിക. അല്ലാഹുവിനെ സൂക്ഷ്മത വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ, തഖ്വ വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. എല്ലാ കാര്യങ്ങൾക്കും അപ്പോസ്തലനതാണ്, എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ്. എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായ നന്മയിലേക്ക് മുന്നേറണേ, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല. ബഹുമാനപ്പെട്ടവരോട് തഖ്വയുടെ റസൂലുള്ള വസിയത്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും അധികരിപ്പിച്ചു കൂടി പറയണേ, കുറച്ചുകൂടി വസിയത്ത് നൽകണേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, അലൈക ബിതിലാവത്തിൽ ഖുർആൻ, നീ പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ. ഫഇന്നഹാ നൂറുൻ ലക ഫിസ് സമാവാത് വനൂറുൻ ലക ഫിൽ അർദ്, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം, പ്രകാശത്തിൻ്റെതാകുന്ന പ്രോജ്വലപ്രഭ കൊണ്ട് അല്ലാഹു നിന്നെ മൂടുമേ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്താലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് ആകാശങ്ങളിലും പ്രകാശം ഭൂമിയിലും പ്രകാശം കിട്ടും. എന്തുകൊണ്ട്? ഖുർആൻ ശരിക്ക് ഓതൽ കൊണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതണം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ തീർക്കുമായിരുന്നു. എല്ലാ ദിവസവും. ഒരു ജുസു അല്ല, നമ്മൾ ഓതുന്ന പോലെ ഒരു യാസീന്റെ കുറച്ച് ഭാഗമല്ല. നമ്മൾ വലിയ സംഭവമായിട്ട് യാസീൻ ഇതാവക്കത്തെ അറാമന അത് തന്നെ ഓതി ദിവസവും ഒരു ഖത്മ തീർക്കും. ഒരു ഖത്മ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതും. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജാ മുഈനുദ്ദീൻ ജിസ്സീൽ അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ആണ്ടായിരുന്നു റജബ് 6 കഴിഞ്ഞുപോയി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ഈ സദസ്സിൽ അവരെ കൂടി പറയൽ അവരുടെ പൊരുത്തം ലഭിക്കാൻ നിദാനമാവും. എല്ലാ ദിവസവും 2 ഖത്ം ഓതി തീർക്കുമായിരുന്നു. ദിവസം എത്ര ഖത്ം? 2 ഖത്ം. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ മൗലിദ് ഞാൻ പാരായണം ചെയ്തപ്പോൾ അജ്മീർ ഖാജിയെ കുറിച്ച് മൗലിദ് രചിച്ചിട്ടുണ്ട് ശംസുൽ ഉലമ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തും. അതൊക്കെ ഒന്ന് ഓതണ്ടയാണ് നമ്മുടെ മക്കൾ, അപ്പോഴാണ് അവരുടെ പൊരുത്തം ലഭിക്കുന്നത്. റജബ് 6 അന്ന് മാഷാ അല്ലാഹ് ആ മൗലിദ് കണ്ടെത്തി അത് ഓതാൻ സാധിച്ചു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, സമസ്തയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട പിതാവ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ആഫിയത്ത് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രായമേറിയിട്ടുണ്ട്, അല്ലാഹു അവർക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞാനും അവരും കൂടെ അതിൽ ഓതി
ഭയങ്കര സന്തോഷം തോന്നി ആ മൗലിദ്. വളരെ റാഹത്ത്, നല്ല ഫസാഹത്തും ബലാഗത്തുമുള്ള നല്ല ഒരു മൗലിദ്. ആ മൗലിദ് പാരായണം ചെയ്യും. അതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ സുവിസ്തരമായി വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പലർക്കും അറിയില്ല മൊയ്നുദ്ദീൻ ദിസീൽ അജ്മീർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. 15ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ നഷ്ടപ്പെട്ടു. പിതാവ് വഫാത്തായി പോയി. പിതാവിന്റെ അടുക്കലാണ് കുട്ടിത്ത കാലഘട്ടത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ, മതപഠനങ്ങളൊക്കെ പഠിച്ച് വളർന്നത്. വാപ്പ ഒരു ചെറിയ ഒരു ബുസ്താൻ, ഒരു തോട്ടം, അതാണ് ബഹുമാനപ്പെട്ടവർക്ക് നൽകിയിട്ട് പോയിട്ടുള്ളത്. വാപ്പാടെ കയ്യിൽ നിന്ന് ആകെ കിട്ടിയത് അതാണ്, അനന്തര സ്വത്തായി. അങ്ങനെ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരിക്കൽ ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, അക്കാലഘട്ടത്തിലെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി ആ നാട്ടിലേക്ക് വന്നു. മൊയ്നുദ്ദീൻ റളിയല്ലാഹു അൻഹു 15 വയസ്സേ ഉള്ളൂ. ബഹുമാനപ്പെട്ടവർ കൂടയിൽ നിന്ന് ഒരു ചെറിയ ഒരു ഈത്തപ്പഴവുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അത് സൽക്കരിച്ചു. അദ്ദേഹം ആ ഈത്തപ്പഴം എടുത്ത് കഴിച്ചു. കഴിച്ചതിന് ശേഷം പോകാൻ നേരമായപ്പോ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈവശത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ റൊട്ടി എടുത്ത് വായിലിട്ട് ചവച്ചരച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൊടുത്തു. ആർക്ക്? മൊയ്നുദ്ദീൻ ദിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അജ്മീറൊന്നും അല്ല, ബഹുമാനപ്പെട്ടവർക്ക് നൽകി. സുബ്ഹാനല്ലാഹ്, അതെടുത്ത് വായിലിട്ട് ചവച്ചു. ബഹുമാനപ്പെട്ടവരത് ഇറക്കി. ശംസുൽ ഉലമാ ഇ.കെ. ബുർക്കർ മുസ്ലിയാർ അവിടുന്ന് എഴുതുന്നു, ഫതറഖു ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവ് എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു ഈ ഒരൊറ്റ കഴിക്കലോടുകൂടി. അവരെഴുതിയാൽ പിന്നെ നമുക്ക് അതിനകത്ത് ശക്കില്ല. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. കാരണം അവർ വിലായത്തിന്റെ മർത്തബ എത്തിച്ചു എന്നുള്ളതിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർക്ക്, കിഴക്കന്മാരുടെ കാര്യം പോട്ടെ, അവർക്ക് ഒരു വിശ്വാസവും അവരെ കുറിച്ച്, മഹാന്മാരായ ആളുകളെ കുറിച്ച് നമുക്ക് ആരായിരുന്നാലും ശരി, അവർക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടവൻ എഴുതുന്നു, ഫതറഖു ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ എല്ലാ ദുനിയാവിന്റെ എല്ലാ ലഹരിയും അതിനോടുള്ള താല്പര്യമൊക്കെ പോയി നടത്താം. അതിനോടുള്ള ലദ്ദത്ത്, ദുനിയാവ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം, അതെല്ലാം പോയി. ഇവരൊറ്റ കഴിക്കലോടി. അതാ മഹാന്മാരുടെ വായിൽ ഉമിനീര് കലർന്നതായ ഭക്ഷണം ഇങ്ങോട്ട് നമ്മുടെ നാവിലേക്ക് ചേർന്നപ്പോ അതുകൊണ്ട് വായിലോട്ട് ഇറക്കി ആണ് ബറക്കത്ത്. നിസ്സാരമല്ല, ബറക്കത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് കിട്ടി. മാഷാ അല്ലാഹ്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞു. ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു നാട് വിട്ട് നീങ്ങി. ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കാൻ വേണ്ടി നേരെ പോയി ഖുറാസാനിലേക്ക് പോയി. അവിടെ പോയി ഫഹഫിളൽ ഖുർആന, ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കി. അവിടുന്ന് പിന്നീട് ബഹുമാനപ്പെട്ടവർ അടുത്ത യാത്ര, ആ യാത്രയിൽ ചെല്ലുന്നത് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. ബഹുമാനപ്പെട്ടവരടുക്കൽ നിന്നിട്ട് ഖുർആനും തഫ്സീറും ഹദീസും എല്ലാ ദീനിന്റെ ശാഖോപശാഖകളിൽ മുങ്ങിക്കുളിച്ചു. എല്ലാം നല്ലതുപോലെ പഠിച്ചു, ഫിഖ് എല്ലാം പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഇൽമു മുഴുവൻ കരഗതമാണ്. അവിടെ നിന്നതിന് ശേഷം ദീനെല്ലാം പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഔലിയാക്കളുടെ മഖബറുകൾ പോയി സിയാറത്ത് ചെയ്തു. മഹാന്മാര് ജീവിച്ചിരിക്കുന്നവരുടെയും മരണപ്പെട്ടവരെയും പോയി കാണലായിരുന്നു പിന്നീട് അടുത്ത ലക്ഷ്യം. അങ്ങനെ എല്ലായിടത്തും പോകാൻ തുടങ്ങി. അതെല്ലാം ഏകദേശം ഒതുങ്ങി തീർന്നപ്പോ മനസ്സിലാക്കണം, സിയാറത്തിന്റെ ഒക്കെ പുണ്യം. നമ്മളൊക്കെ സിയാറത്ത് പോകുന്നത് ഏതുപോലെ അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും പോയി മഹാന്മാർ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമാകുന്ന മഹാന്മാരെ പോയി സിയാറത്ത് ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ഇലാ മദീനത്തി ഹാറൂൻ പട്ടണത്തിലേക്ക് പോയി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ മുരീദായി അവിടെ നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട അഥവാ മൊയ്നുദ്ദീൻ ദിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ മുരീദന്മാരിൽപ്പെട്ട ഡൽഹിയിൽ അടക്കം ചെയ്യപ്പെട്ടതാകുന്ന ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, മൊയ്നുദ്ദീൻ ദിസീൽ അജ്മീരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ 70 വർഷത്തോളം 20 വർഷത്തോളം ജീവിച്ചു. 20 വർഷത്തോളം ഉസ്താദിന്റെ അടുക്കൽ ജീവിച്ചു എന്ന് മാത്രമല്ല
ബഹുമാനപ്പെട്ടവർ 70 വർഷത്തോളം പകൽ നോമ്പും രാത്രിയിൽ നിസ്കാരവുമായിരുന്നു. ശിഷ്യന്മാര് പറയാം സ്വന്തം ഉസ്താദിനെ കുറിച്ച്, പകൽ നോമ്പ്, രാത്രി എല്ലാ ദിവസവും നമസ്കാരം. ഉറക്കമില്ല, ഒന്ന് ആലോചിച്ചു. എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ 2 പ്രാവശ്യം ഖത്മ് തീർക്കുമായിരുന്നു. ഖുർആൻ 2 വട്ടമേ ഖത്തം തീർക്കും. യാസീൻ വൈലേഹി തുർജം എന്ന് പറഞ്ഞ യാസീൻ നമ്മൾ പോകുന്ന പോലെ അല്ല, അത് തന്നെ എനിക്ക് പോകുന്നില്ല. കുൽഹു അല്ലാഹു അത് 3 വട്ടം ഓതിയിട്ട് അതെ എന്റെ വക ഒരു ഖത്തം കേട്ടോ വല്യാപ്പാക്ക് എന്ന് പറയുന്ന പരിപാടിയല്ലേ ഇത്. തുടക്കം മുതൽ ഫാത്തിഹ മുതൽ അവസാനം നാസ് വരെ ഓതുകയാണ്. 2 പ്രാവശ്യം ഖത്മ് തീർക്കുമായിരുന്നു. പിന്നെ എങ്ങനെ അവരൊക്കെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താതിരിക്കണം? ചിന്തിക്കണം. അവരൊക്കെ തൊട്ട് കളിച്ചപ്പോൾ അള്ളാഹുരുടെ ദർജ ഉയർത്തും. ഖുർആൻ ഓതാണ് കറാത്ത് മറാത്ത്. ദിവസം 2 ഖത്തം വെച്ചാകുമ്പോഴത്തേക്കും 100 വയസ്സിന് മുകളിൽ ജീവിച്ചവർ എത്ര ഖത്തം തീർത്തിട്ടുണ്ടാവും? ദിവസം 2 ഖത്തം, വർഷത്തിലല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ കൊല്ലത്തിലൊരു ഖത്തം തീർത്താ തീർത്ത്, അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ? അള്ളാഹുവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമ്മളിലും ഈ സദസ്സിലും SKSFന്റെ മക്കൾ സംഘടിപ്പിച്ച ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ തലമുറകൾ അവരുടെ ചരിത്രമൊന്നും സ്മരിക്കുന്നില്ല, അറിയുന്നില്ല. ആണ്ട് നിറച്ച് കഴിക്കുമ്പോൾ പോയിരുന്ന് പൊറോട്ടായും ബീഫും അടിച്ചിട്ട് പോകുന്നതല്ലാതെ ആരാണ് ഇവർ, എന്താണ് ഇവർ, ഒന്നും മനസ്സിലാക്കുന്നില്ല. പോകും അറിയുന്നില്ല. ജീവിതത്തിൽ പഠിക്കണ്ടേ, ഇവരാരാണെന്ന് മനസ്സിലാക്കണ്ടേ? എന്നാലല്ലേ അവരുടെ പാദങ്ങൾ നമ്മൾ പോയി ചുംബിക്കുള്ളൂ, അവരാരാണെന്ന് മനസ്സിലാക്കുള്ളൂ. അവരെ കയ്യിലും. അതുകൊണ്ടാണ് സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയിലെ അധികാരം ബഹുമാനപ്പെട്ടവരുടെ കൈകളിലാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബക്കറ്റ് വീര് വരുന്നുണ്ട്, എല്ലാവരും കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് സഹകരിക്കും. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. ആമീൻ പറയും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആമീൻ പോലും ഇല്ല നമുക്ക്. നമ്മുടെ അവസ്ഥ. ഖത്തവും ഇല്ല, യാസീനും ഇല്ല, ഉലഹില്ല, ഉലഹറും ബിന്നാസും ഇല്ല, ഒരു ആമീൻ പോലും ഇല്ല. ഇനി എന്തെങ്കിലും നമുക്ക് വരണമെങ്കിൽ, വാ തുറക്കണമെങ്കിൽ ഈത്തപ്പഴം മുങ്ങി വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം. എന്നാ നല്ലതുപോലെ വാ തുറക്കണം. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ വാ തുറക്കൂ. അങ്ങനെ ആയിപ്പോയി നമ്മൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കം പറയും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക ആഖിറത്തിലേക്ക് ഉപയുക്തമായ അമാലുകൾ ചേർത്ത് നീ സ്വീകരിക്കണേ നാഥാ. മഹാനായ മുഈനുദ്ദീൻ ഇസ്സീൽ അജ്മീർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ പൊരുത്തമുള്ള മക്കളായി നീ കബൂലാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നസീബാക്കണേ റബ്ബേ. നിന്റെ ത്വാഅത്തിനായി നസീബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട്, മഹാമാരിയെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും നാടിനെയും ലോകരെയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് ലക്ഷ്യങ്ങളുമായി ഈ സദസ്സിലേക്ക് വന്നവരാണ്. ആ ലക്ഷ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. കുറച്ചേരം കൂടെ പറയാലോ അല്ലേ? ഇരിക്കോ എന്നുള്ളവരൊന്ന് കൈവക്കിക്കുക, നോക്കട്ടെ എത്ര പേര്. ആ കൊള്ളാം. ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ. സാധാരണ തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും കുറച്ചുപേരെ പോകുന്നത്. ഇതിപ്പോ ആരും പോകുന്നില്ല. അത് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് ആൾക്കാർ പോകുന്നെന്ന് പറഞ്ഞിട്ട് നിർത്താന്ന് കരുതുമ്പോൾ ആരും പോകുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. സദസ് അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ പറയുന്നത് വേറെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ നമുക്ക് സമയമില്ല. ദീൻ പറയാൻ തന്നെ സമയം നമുക്ക് പോരാ. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ. ഇഷ്ടംപോലെ പറയാനും പഠിക്കാനും കിടക്കുക. അപ്പൊ അംബിയാ മുർസലീങ്ങളുടെ ജീവിതം മുഴുവനും ബറക്കത്താണ്, അവരുടെ കുടുംബവും ബറക്കത്താണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ ഈ ഖുർആൻ ഓതണം. അതാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ആര് പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ ഓത്, എങ്കിൽ ആകാശം നിറയെ പ്രകാശം, ഭൂമി നിറയെ പ്രകാശം, എവിടെ പോയാലും നിനക്ക് പ്രകാശം. ഖുർആൻ. അതുകൊണ്ടാണ് ഖബറിനുള്ളിലേക്ക് പോകുമ്പോഴും ഖബറിൽ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ എന്ന് ദുആ ചെയ്യും. അദ്ദേഹം ഓതിയ ഖുർആൻ ഉണ്ടെങ്കിലേ പ്രകാശിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും പ്രകാശം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ ഖബർ പ്രകാശിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഖുർആൻ നമ്മുടെ സാഹിബാകും, നമ്മുടെ കൂട്ടുകാരനാകും, നമ്മുടെ ശഫീആകും, നമുക്ക് ശുപാർശകനാകും.
നിന്റെ ഖബറിലും മഹ്ശറിലും നിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ നിന്നോടൊപ്പം ഖുർആൻ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കൊക്കെ സ്വന്തമായിട്ട് ഖുർആൻ ഉണ്ടോ സഹോദരങ്ങളെ? ഇരിക്കുന്ന ഓരോ പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരങ്ങളും ചെറുപ്പക്കാരും ചിന്തിക്കും. മദ്രസയിൽ പഠിക്കുമ്പോൾ 5 ജുസുവിന്റെ ഒരു ഖുർആൻ ഉണ്ടായിരുന്നു, 10 ജുസുവിന്റെ ഖുർആൻ ഉണ്ടായിരുന്നു, 30 ജുസുവിന്റെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ സദസ്സിൽ ഓരോരുത്തർക്കും ഇത് എന്റെ ഖുർആനാണെന്ന് പറയാൻ വീട്ടിൽ സ്വന്തമായി ഖുർആൻ ഉള്ളവർ എത്ര പേരാണ്? ചിന്തിക്കണം നമ്മൾ. സ്വന്തമായിട്ട് ബ്രഷ് ഉണ്ട്, സ്വന്തമായിട്ട് പേസ്റ്റ് ഉള്ളവർ, സ്വന്തമായിട്ട് വസ്ത്രമുള്ളവർ, തലയെക്കുട്ടുള്ളവർ, ഷാളുള്ളവർ, ഷർട്ടുള്ളവർ, ടീഷർട്ട് ഉള്ളവർ, ചുരിദാറുള്ളവർ, മിഡിയും ടോപ്പുമുള്ളവർ, എല്ലാ വസ്ത്രവിധാനവും എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ടുള്ളവർ, സ്വന്തമായിട്ട് കഴിക്കുന്നതാകുന്ന പ്ലേറ്റ് വരെയുള്ളവർ, സ്വന്തമായിട്ട് ഖുർആനില്ല. അവനവന് സ്വന്തം ഖുർആൻ വേണം. നമ്മളൊന്നും ഓതുന്നില്ല എന്നതിനർത്ഥം. സ്വന്തമായിട്ട് ഖുർആൻ. പണ്ട് മദ്രസ പഠിക്കുമ്പോഴത്തേക്കും മക്കൾ വഴക്കുണ്ടാക്കും. എന്തിന്? എനിക്ക് സ്വന്തമായിട്ട് ഖുർആൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവനവന്റെ സ്വന്തം ഖുർആൻ വേറൊരാൾ ചോദിക്കാനില്ല. സ്വന്തമായ ഒരു ഖുർആൻ. ആ ഖുർആനിന്റെ താളുകൾ ഇങ്ങനെ വിട്ടുവരുമ്പോഴത്തേക്ക് അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ടോ? പഴയ ആളുകൾ സൂക്ഷിക്കാറുണ്ട്, പഴയ ഉപ്പമാരും സൂക്ഷിക്കാറുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സ്വന്തമായിട്ട് ഖുർആൻ വരണം, നമുക്ക് ഓതാനോ. ആ ഖുർആൻ നമുക്ക് നാളെ ശഫീആവും, ശുപാർശകനാവും. അത് ഗൗരവമുള്ള വിഷയമാണ്, നിസ്സാര വിഷയമല്ല. എല്ലാ സ്ഥലത്തും എന്റെ ഖബറിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയായ മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെതാകുന്ന കുതിര അതിന്റെ ആലയിൽ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളവേ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. തന്റെ കുതിര അതിന്റെ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി നിലത്തിടിക്കുകയാണ്, അതിശക്തമായി കരയുകയാണ്, അതിശക്തമായി അട്ടഹസിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ എന്തെന്നില്ലാത്ത കരച്ചിൽ കാണുമ്പോ ഓതൽ നിർത്തിക്കൊണ്ട് ആ കുതിരയിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതാതിരിക്കുമ്പോൾ കുതിര ശാന്തമാവുകയാണ്. വീണ്ടും ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. യാ ബനീ إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ വീണ്ടും നിലകൊള്ളുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ കുതിര അതിന്റെ ഉടക്കാലുകൾ ഇതാ ശക്തമായി ഉയർത്തിക്കൊണ്ട് കുളമ്പടികൾ ഇതാ ശക്തമായി നിലത്തേക്ക് ഇടിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ കുതിരയിലേക്ക് നോക്കി നിൽക്കവേ വീണ്ടും കുതിര ഇതാ ശാന്തമണിയുകയാണ്. വീണ്ടും ഖുർആൻ ഓതാൻ തുനിയുകയാണ്. പാതിരാത്രി സമയമാണ്, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ഉസൈദ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയണ്ടയോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും തഖ്വ വെച്ചിട്ടുള്ളതാകുന്ന സഹാബിയാണ്. സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ ഒരു മയ്യത്ത് അടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു ജനാസ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കരയുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരിതാ ഒരു മയ്യത്ത് കൊണ്ട് പൊന്നുമോനെ വാരി പുണരുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോ ഒരു വല്ലാത്തൊരു മേഘം കാണുകയാണ്. ഒരു വെളുവെളുത്തതാകുന്ന മേഘം കാണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ നേരെ ഏതൊരു കുതിരയാണോ അതിശക്തമായി കാലുകൾ ഉയർത്തിയിട്ടുകൊണ്ട് അട്ടഹസിച്ചത്, ഏതൊരു കുതിരയാണോ അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് അട്ടഹസിച്ചത്, ആ കുതിരയുടെ ആലയുടെ മുകളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചെറിയ വീടിന്റെ മുകളിൽ ഇരുന്നാ വല്ലാത്ത പ്രകാശം കാണുകയാണ്. നേരം വെളുത്തു. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സുബഹി നമസ്കരിച്ചിട്ട് കാര്യം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വല്ലാത്തൊരു കാഴ്ചയാണ്
നബിതങ്ങളെ ഇന്നലെ കണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ 3 പ്രാവശ്യം ഇതാ എന്റെ കുതിര അതിന്റെ ആലയിൽ കടന്നുകൊണ്ട് കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് നിലത്തടിച്ചുകൊണ്ട് അട്ടഹസിക്കുന്നത് കണ്ടു റസൂലേ. എന്റെ പൊന്നുമോനാകുന്ന യഹ്യയെ ഉപദ്രവിക്കുമെന്ന് ഭയന്നപ്പോഴാണ് ഞാൻ ഓതൽ നിർത്തിയത്. ആകാശത്തിലേക്ക് നോക്കി വല്ലാത്തൊരു പ്രകാശം ഞാൻ കാണുകയാണ്. വല്ലാത്തൊരു വെളുത്ത മേഘം എന്റെ ദൃഷ്ടിപടലത്തിൽ കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ഉസൈദ് തിൽക സകീന, അത് സമാധാനത്തിന്റെ ദൂതമായി, അത് ആശ്വാസത്തിന്റെ തെളിനീരുമായി നിന്റെ വീട്ടിലേക്ക് കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മേഘമാണ്. ആ വെളുത്തതായി നീ കണ്ടത്. ഉസൈദേ ഉസൈദേ, നേരം വെളുക്കുന്നത് വരെ നീ എങ്ങനെ പാരായണം ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്ന് ആ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരം വെളുക്കുമ്പോൾ ജനങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിന്റെ പ്രിയപ്പെട്ട മകനെ കുതിര ചവിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഓതൽ നിർത്താതെ നീ ഖുർആൻ ഓത്തിൽ തന്നെ മുഴുകിയിരുന്നെങ്കിൽ ആകാശത്ത് നിന്ന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണാമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആനോദനെ ഖുർആനോദനെ, ഖുർആനോദിയാൽ എല്ലാ വിപത്തുകളും നീങ്ങുകയാണ്. പ്രകാശം അല്ലാഹു ഇടുകയാണ്. മലക്കുകളുടെ ബറക്കത്ത് കൊണ്ട് വീട് ബറക്കത്ത്. പ്രഭാതം വരെ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ കോടാന് പ്രത്യേകമായ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സലാം സലാം, നിനക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, നിനക്ക് ബറക്കത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുഅ്മിനിന്റെയും വീട്ടിൽ വന്നുകൊണ്ട് രക്ഷയുടെ കവചം തീർക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദറിന്റെ രാവിലൊന്നും അല്ല, അല്ലാത്ത രാവിൽ ബഹുമാനപ്പെട്ടവർ കണ്ടു എന്നാണ് മനസ്സിലാക്കണം. മലക്കുകൾ ബറക്കത്ത് ഇങ്ങനെ ചൊരിയ വീട്ടിലേക്ക്. ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഓതി 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 വരുമ്പോ ബറക്കത്താക്കപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ, ബറക്കത്താക്കപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഗ്രന്ഥം നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നീ കറാത്ത് മറാത്ത് ആവർത്തനത്തോടുകൂടി നീ ഇങ്ങനെ ഓതുമ്പോ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. നിന്റെ വീട്ടിൽ, നിന്റെ കുടിലിൽ, നിന്റെ മക്കളിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ സഹോദരനിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ അയൽപക്കത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ സമുദായത്തിൽ, നിന്റെ നാട്ടിൽ, എല്ലാത്തിനും അല്ലാഹു ബറക്കത്ത് ഓതണം. ഖുർആൻ ഓതാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.